ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ പൊന്നിയരി വെച്ചിട്ട് അതുപോലെ തന്നെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചോറുണ്ടാക്കിയതിന് ശേഷം അത് വെന്ത് വന്നാൽ നല്ലോണം ഊറ്റിയെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയെടുത്ത് നല്ലോണം ചൂടുള്ള വെള്ളം ഒഴിച്ച് അതും കൂടെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നല്ലോണം മെൽറ്റായി വരും, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അതും കൂടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഒരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അടുത്ത പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. അതിന് ശേഷം അതിലേക്ക് വലിയ ജീരകം, പെരുജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അടുത്തത് ഒരു ഹാഫ് തേങ്ങ എടുത്തിട്ടുണ്ട്, അരക്കപ്പിൽ. അതിലേക്ക് ചുവന്ന മുളക്, അതുപോലെ ഉപ്പ്, ഒരു പീസ് സവാള കൂടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച ആ ഒരു ചമ്മന്തിൻ്റെ മിക്സ് ഈ ഒരു നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് വാടി വന്നാൽ നേരത്തെ പുതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു പുളി ഇതുപോലെ നല്ലോണം കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എടുത്ത് കളയാം, അതിൻ്റെ ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ടൈമിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തേങ്ങൻ്റെ ചമ്മന്തി ഇട്ടതിന് ശേഷം അധികം കുറേ സമയം ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. 1-2 സെക്കൻഡ് ഒന്ന് വാട്ടിയതിന് ശേഷം ഈ ഒരു പുളീൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് വേവിച്ച് വെച്ചിട്ടുള്ള പൊന്നിയരി ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബസ്മതി അരിയാണെങ്കിൽ അതും കൂടെ എടുത്ത് മിക്സാക്കി എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ കറീൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ അപ്പോൾ ഈ ഒരു റൈസ് മാത്രമാണ് കഴിക്കുന്നത് കറി കൂട്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻസൊക്കെ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.